ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മെൻഡർ ടെക് എക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അനാലിസിസ് ചെയ്ത പോലെ രണ്ട് മൂവ്മെൻറ്റും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്ക് മുകളിലോട്ട് സെല്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ടും സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഒബ്വിയസ്ലി ഈ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇവിടുന്ന് താഴോട്ട് എൻ്റെ സ്റ്റുഡൻസൊക്കെ മാക്സിമം എടുത്തതും ഈ ഒരു ട്രേഡാണ് അവരെടുത്തത്. ഇവിടുന്ന് മുകളിലോട്ട് ഓക്കെ, ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഹാഫ് വെച്ചിട്ട് ഈ ഒരു ഹൈ വരെ ഓക്കെ, ഇതാണ് അവർ മുകളിലോട്ട് ചെയ്ത ട്രേഡ്. ഓക്കെ, ഇതാണ് അവർ മുകളിലോട്ട് ചെയ്ത ട്രേഡ്. അവർ സ്റ്റുഡൻസ് ചെയ്തവരെല്ലാം ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതും ഈ ഒരു മൊമെൻറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് താഴോട്ട് വീഴും. ഓക്കെ, കണ്ടോ ഇതിനുള്ളിൽ ഇവിടുന്ന് നമുക്ക് ഒരു സെല്ലിങ് കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ട് സെല്ല് ചെയ്യാം. എവിടെ വരെ സെല്ല് ചെയ്യാം കണ്ടോ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സെല്ലിങ് കാണുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് സെല്ല് ചെയ്യാം. സോ നമ്മൾ ഇത്രയും വലിയ ഹ്യൂജ് മൂവ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബട്ട് സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റിൻ്റെ ഇഷ്ടമാണ് എവിടം വരെ മൂവ് ചെയ്യും അത് എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ മാർക്കറ്റ് എവിടുന്ന് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയും അല്ലേ, അറ്റ്ലീസ്റ്റ് അത് നമുക്ക്. സോ ഇത് പ്രഡിഷനും മറ്റേ ആസ്ട്രോ ഒന്നും അല്ല, ജസ്റ്റ് നമ്മുടെ പ്രൈസിൻ്റെ ആക്ഷൻ നോക്കിയിട്ട് നമ്മൾ പഠിച്ച പോലെ, ഞാനും മുന്നേ പഠിച്ച പോലെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ, സൂപ്പർ സയൻസും ഇല്ല ഇതിനകത്ത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ വീഡിയോസ് കണ്ടിട്ട് ഇതേപോലെ പ്ലേ ഔട്ട് ചെയ്ത് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് നോയ്സിൻ്റെ പുറകെ പോകാതെ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അതായത് ഒരു കോഴ്സ് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ എൻ്റെ സ്റ്റുഡൻസിന് മനസ്സിലാവും ഞാൻ ഈ വരയ്ക്കുന്ന പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് ഈ ട്രേഡ് എത്ര സിമ്പിളായിരുന്നു എന്ന്. താഴോട്ടുള്ള ട്രേഡ് നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടുന്ന് ഒരു എന്ത് വരുന്നുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് അല്ലേ, ഇതൊരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നുണ്ട്. സോ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടുന്നും ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കണ്ടോ. സോ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇതെന്താ സിമെട്രിക് ട്രയാങ്കിൾ. ഓക്കെ, സിമെട്രിക് ട്രയാങ്കിളിലും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യും. എങ്ങോട്ട് മൂവ് ചെയ്യും? ബ്രേക്ക് ചെയ്യുന്ന ഡയറക്ഷനിലോട്ട്. ഇതൊരു സിമ്പിൾ സിമെട്രിക് ട്രയാങ്കിളാണ്. ഓക്കെ, 1 ടച്ച് 2 ടച്ച് 3 ടച്ച് 1 ടച്ച് 2 ടച്ച് 3 ടച്ച്. സോ ഈ സിമെട്രിക് ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തു, താഴോട്ട് മൂവ് ചെയ്തു. എവിടെ വരെ മൂവ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പ്രീവിയസ് ഡിമാൻഡ് സോൺ വരെ മാർക്കറ്റ് സിംഗിൾ ഫ്ലോ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്തു, വീണ്ടും ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് വീണ്ടും താഴോട്ട് വീണു. സോ ഇതാണ് ഇന്ന് മാർക്കറ്റിൽ ലൈവായിട്ട് നടന്ന കാര്യങ്ങളും ലൈവ് ലോജിക്കും ഇതായിരുന്നു മാർക്കറ്റിൻ്റെ. ഓക്കെ, സോ അപ്പം നാളത്തേക്ക് നമുക്ക് ഇനി ഇതിൻ്റെ കാര്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇതിനെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നേരെ, കാരണം മാർക്കറ്റ് ഒരുപാട് താഴെ പോയിട്ടുണ്ട് അല്ലേ. വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ലാസ്റ്റ് വീക്കിൻ്റെ താഴെ വന്നാണ് ഇപ്പോൾ കറൻ്റ്ലി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കറൻ്റ്ലി ക്ലോസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വീക്കിൻ്റെ താഴെ വന്നിട്ടാണ്. സോ എക്സ്റ്റർഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസ് പെർ പ്രൈസ് ആക്ഷൻ നമ്മൾ എൻ്റെ കോഴ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് ക്യാൻഡിൽ ഷോ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് മൊമെൻറ്റമാണ് അല്ലേ. ഒരു സ്റ്റുഡൻസിനൊക്കെ അറിയാം, ഒരു 40-60% സെല്ലിങ് അല്ലേ, 40% ബൈയിങ്, ഒരു 60% സെല്ലിങ് ആയിരുന്നു ഇതിനകത്ത് മാർക്കറ്റിൽ. ഈ ഒരു ക്യാൻഡിലിൽ മാർക്കറ്റ് ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കിയാൽ കാണാം, ഇത് ഫുള്ളി ഞാൻ എല്ലാം നേക്കഡ് ചാർട്ടാണ്. ഓക്കെ, സോ നോക്കിയാൽ കാണാം ലാസ്റ്റ് വന്ന 1 2 3 4 ഈ ലാസ്റ്റ് ഒരു 4 ഡേയ്സിലെ ബൈങ്ങിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈങ് കംപ്ലീറ്റ്ലി മാർക്കറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഇനി മേജറായിട്ട് വരുന്ന നമുക്ക് നേരെ താഴെ കാണുന്ന ഈ ഒരു ബൈങ് സോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ മേജർ ഡിമാൻഡ് സോണായിട്ട് ഇനി ആക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിബ് എടുത്തിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണ്. ഓക്കെ, ഇവിടുന്ന് മുതൽ ഇവിടം വരെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ നമ്മുടെ ഡിമാൻഡ് സോണായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മുടെ ഡിമാൻഡ് സോണായിട്ട് വരുന്നുണ്ട്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ അത് വരയ്ക്കാം. ഓക്കെ, സോ അപ്പം നമുക്ക് ഡേ ഹൈയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒബ്വിയസ്ലി ഇത് നമ്മൾ മുന്നോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് മാർക്കറ്റിൻ്റെ ഒരു മേജർ സെല്ലിംഗ് സോൺ തന്നെയായിരുന്നു അല്ലേ. മാർക്കറ്റിൻ്റെ ഇതൊക്കെ ഒരു മേജർ സെല്ലിംഗ് സോൺ തന്നെയായിരുന്നു. ആ സെല്ലിംഗ് സോൺ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഞാനത് ഈ ഒരു സെല്ലിംഗ് സോൺ ഇപ്പോഴും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഈ ഒരു വിക്കിന് ഞാനൊരു ട്രയാങ്കിൾ ബോക്സ് കൂടെ കൊടുക്കാം. ഓക്കെ, സോ ഐ എം ഡൂയിങ് ഹിയർ ലൈക്ക് ദിസ്. ഓക്കെ,
ഓക്കെ. സോ ഇതൊരു മേജർ സെല്ലിംഗ് സോണാണ്. ഇതൊരു മാർക്കറ്റിൻ്റെ മേജറായിട്ടുള്ള ഒരു സപ്ലൈ സോൺ കൂടെയാണ് ഈ ഒരു ഏരിയ. ഓക്കെ, അവിടെ നിന്നാണ് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഡേ ലോ മാർക്ക് ചെയ്തിടാം. ഡേ ലോ എന്ന ഹ്യൂജ് ഡേ ലോ ആണ്. ഓക്കെ, നല്ല രീതിയിൽ സെല്ലിങ് വന്നിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി സെല്ലിങ് വന്നിട്ടുണ്ട്. സോ ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ന്യൂസിൻ്റെ പുറകെ ഒരുപാട് ഓടുന്നതിനെക്കാട്ടി നമ്മുടെ ചാർട്ടിൽ ന്യൂസ് എന്തെങ്കിലും ഉണ്ടാവും, വോട്ടെവർ, എനിക്കറിയത്തില്ല മേജർ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ ഒരിക്കലും ന്യൂസിൻ്റെ പുറകെ ഒരുപാട് റൺ ചെയ്യാറില്ല. ചാർട്ട് എന്താണോ ഷോ ചെയ്യുന്നത് അതനുസരിച്ചാണ് ട്രേഡ് ചെയ്യുക. ഓക്കെ. സോ ഇത് കംപ്ലീറ്റ്ലി 24,000 താഴെ ഒരു 200 പോയിൻറ്റ്സ് താഴെ വന്നിട്ടുണ്ട്. സോ നമ്മൾ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഇനി നമുക്ക് ബുള്ളിഷിലോട്ട് ട്രേഡ് വരുന്നത് ഞാൻ പറയാം. എപ്പോഴാണ് നമുക്കൊരു ബുള്ളിഷിലോട്ട് ട്രേഡ് വരുന്നത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഇതൊരു നെഗറ്റീവ് ഫോർമേഷനാണ് ട്രേഡിങ്ങിന് വന്നിട്ടുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ 4 hourൽ പോയിട്ട് 4 hourൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 4 hourലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി നെഗറ്റീവാണ്. ഓക്കെ, സോ 4 hourൽ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഫ്രീ വേ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. സോ അത് ഈ ഫ്രീ വേ ആയിട്ട് കാണുന്ന കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റർ ഏരിയ ഉണ്ടല്ലോ 23,700, ഈ ഒരു ഏരിയ, ഈ ഒരു ഗ്യാപ്പിൻ്റെ ഒരു മിഡ് ഏരിയ നമുക്ക് ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു മിഡ് ഏരിയ ഡിമാൻഡ് സോൺ ആക്ട് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ നേരെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് തൊട്ട് താഴെ, പിന്നെ അടുത്ത് നേരെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. സോ ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ 1 hourലോട്ട് പോയിട്ട് നോക്കാം. 1 hourൽ എന്തെങ്കിലും സംതിങ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് വീണ്ടും ഒരു എന്തായിട്ട് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഇനി ആ ഒരു സപ്പോർട്ട് എന്തായിട്ട് മാറും, നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. സോ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് തൊട്ട് മുകളിൽ ഇതും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, തൊട്ട് മുകളിൽ ഈ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് 1 hourൽ ബിഗ് ഈ ഒരു ഇതാണ് കിട്ടുന്നത്. ആൻഡ് ഈ കാണുന്നത് നമ്മുടെ മേജറായിട്ടുള്ള ഇതാണ് നമ്മുടെ മേജർ ഡിമാൻഡ് സോൺ. ഇതാണ് നമ്മുടെ ഇനിയുള്ള മേജർ ഡിമാൻഡ് സോൺ. ഓക്കെ, 1 hourൽ നമ്മുടെ മേജർ ഡിമാൻഡ് സോൺ ആണിത്. സോ അതും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആൻഡ് ദിസ് ഈസ് ഓൾസോ അവർ മേജർ ഡിമാൻഡ് സോൺ. ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സോ ബയേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന ഏരിയ, അതായത് ബയേഴ്സിന് താല്പര്യം ഉള്ള സ്ഥലത്തിനെ പറയുന്ന പേരാണ് മേജർ ഡിമാൻഡ് സോൺ. ഓക്കെ, ഫോർ 30 minutes 30 minutesലൊന്നും എവിടെയും സപ്പോർട്ട് കാണുന്നില്ല. ഓക്കെ, സോ പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു മേജർ സപ്പോർട്ട് ഇതാണ് പിന്നെ നമ്മുടെ വേറെ ഒരു മേജറായിട്ടുള്ള സപ്പോർട്ട്. ആൻഡ് 50 minutesൽ നമുക്ക് ഇവിടെ ഒരു മൈനർ സപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ടാവും. സോ 50 minutesൽ നമുക്ക് ഇതും ഒരു മൈനർ സപ്പോർട്ടാണ്. സോ നമുക്കിത് 5 ഇങ്ങനെ എടുക്കാം. ഓക്കെ, 525 ഈ റേഞ്ച് എടുക്കാം. ഓക്കെ, സോ മാർക്കറ്റിൽ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പില ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സെൽ ഓൺ ദ റൈസ് ആണ്. ഓക്കെ, സെൽ ഓൺ ദ റൈസ്. നമുക്ക് ഈ ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെൽ ഓൺ ദ റൈസ് ചെയ്യാം, ഇങ്ങോട്ട് നേരെ താഴോട്ട്. ഓക്കെ, 24,646 ആൻഡ് 23,646, 23,700 ഈ റേഞ്ചൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് എത്താം. സോ 24,000 താഴെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്താലും നമുക്ക് സെൽ ഓൺ ദ റൈസ് ആണ് മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റ് ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിനെ താഴോട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതെല്ലാം മാർക്കറ്റ് നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് നേരെ താഴോട്ട് വരുന്നെങ്കിൽ, നേരെ ട്രേഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് റീബൗണ്ട് ചെയ്തിട്ട് പിന്നെ താഴോട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് ഒരു ഡൗൺ കാണിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിനെ ഒരു റീബൗണ്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ താഴോട്ട് ട്രേഡ് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ചെയ്യുക.
ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും മാർക്കറ്റിനെ ബൈ ചെയ്യാൻ ഒരു നല്ല ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടുന്നവരെ ബൈ ചെയ്യരുത്. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ മുന്നേ പറയുന്ന പോലെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈ ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് സെൽ ഓൺ ദ റൈസിന് വേണ്ടിയിട്ട് മാർക്കറ്റ് സെൽ ഓൺ ഇവിടെ ഒരു ഏരിയ എന്നൊക്കെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും മാർക്കറ്റിനെ സെൽ ഓൺ ദ റൈസ് തന്നെ ചെയ്യാം. ഓക്കെ, സെൽ ഓൺ ദ റൈസ്. അതല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആളാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് ക്യാച്ച് ചെയ്യാം. അത് ആസ് പെർ നിങ്ങളുടെ കയ്യിലുള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലും അനുസരിച്ചിരിക്കും. അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക, നല്ലൊരു സെല്ലിംഗ് ഫോർമേഷൻ വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ താഴോട്ട് സെല്ല് ചെയ്യുക. സോ ഓൾ ഓവർ ട്രെൻഡ് സെല്ലിംഗ് ആണ്. സോ സെല്ലിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.